നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫിന്റെ പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജാഥയിൽ ശക്തമായി ഉന്നയിക്കും. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സിനോജ്. ജാഥകളും യാത്രകളുമാണ് എല്ലായിടത്തും. LDF-ന്റെ നടക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDF-ന്റെ പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാവുകയാണ്. എങ്ങനെയൊക്കെയാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്? ശ്രുതി, ഹരിപ്രിയ, ഗുഡ് മോർണിംഗ്. അതായത് 1-ാം തീയതി LDF തുടക്കം കുറിച്ച വികസന മുന്നേറ്റ ജാഥ മേഖലാ ജാഥയാണ് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ആദ്യം തുടങ്ങിയത്. ആ ജാഥ തുടങ്ങിയത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ്. അതേ മണ്ണിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും 140 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന പുതുയുഗ യാത്ര ആരംഭിക്കുന്നത്. അതായത് കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര നടത്തുന്നത്. അടുത്ത മാസം 6-ാം തീയതി ആയിരിക്കും തലസ്ഥാനത്ത് പുത്തിരിക്കണ്ടം മൈതാനത്ത് മഹാസമ്മേളനത്തോടുകൂടി ഈ യാത്ര അവസാനിക്കുന്നത്. ഒരുപക്ഷെ യാത്രയുടെ ഇടയ്ക്ക് തന്നെ UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒക്കെ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ പൗരപ്രമുഖരെ മാത്രമല്ല, ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് LDF-ന്റെ യാത്രയിൽ പൗരപ്രമുഖരൊക്കെ തന്നെ കണ്ടതാണ്. അവിടുത്തെ സാധാരണ ജനങ്ങളെ കൂടി കണ്ടെത്തി അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ 10 വർഷം അവർ നേരിട്ട വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, അഴിമതി, ജനവിരുദ്ധ നിലപാടുകൾ ഇതൊക്കെ തന്നെ തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുക. പ്രാദേശികമായി ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ വികാരമുണ്ടെങ്കിൽ അതൊരു പൊതുവികാരമാക്കി വളർത്തിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് യാത്ര നടത്താൻ വേണ്ടി പോകുന്നത്. UDF-ലെ ഘടകകക്ഷി നേതാക്കളൊക്കെ തന്നെ ജാഥയ്ക്ക് ഒപ്പമുണ്ടാകും. വലിയൊരു ജനപിന്തുണ തേടിക്കൊണ്ട് പോകുന്നു. വീണ്ടും 3-ാം വട്ടവും LDF സർക്കാർ അധികാരത്തിൽ വരുന്നത് ഏത് വിധേയം തടയുക, അതാണ് UDF-ന്റെ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ യാത്ര മുന്നോട്ട് പോകുക. ശബരിമല വിഷയം അടക്കം ഉയർത്തിക്കൊണ്ടുള്ള ജാഥയിലേക്കാണ് പോകുന്നത്. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.